നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കി. കർശന വ്യവസ്ഥകൾ മുൻനിർത്തിയാണ് ജാമ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെ കർശന വ്യവസ്ഥകളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? ദേവിക, നടി ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് എറണാകുളം സെഷൻസ് കോടതിയാണ് നിലവിൽ ജാമ്യം നൽകിയിരിക്കുന്നത്. അതായത് കർശന വ്യവസ്ഥകളോടെ വിചാരണ കോടതി ജാമ്യം നൽകണമെന്ന് നേരത്തെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവാണ് വിചാരണ കോടതി നടപ്പാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ കർശന വ്യവസ്ഥകൾ സംബന്ധിച്ച് ചില വാദഗതികൾ പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരമൊരു കുറ്റകൃത്യം ആവർത്തിക്കപ്പെടരുത് എന്നുള്ള ഒരു വാദഗതിയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. മാത്രവുമല്ല, സ്വാഭാവികമായിട്ടും ഈ ഇരയുടെ സ്വകാര്യതയും സുരക്ഷയും അത് ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു വാദവും പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഭാവിയിലെ കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷെ ആ ഒരു ആവശ്യത്തെ ഈ കോടതി തുറന്നെതിർത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഭാവിയിൽ സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകാമെന്ന് കരുതി വ്യവസ്ഥകൾ അനുവദിക്കാനാകില്ല എന്നാണ് ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസ് പറഞ്ഞത്. എന്തായാലും കർശന വ്യവസ്ഥകളാണ് നിലവിൽ പൾസർ സുനിക്ക് ജാമ്യത്തിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ സിമ്മിന്റെ നമ്പർ കോടതിയിൽ നൽകുകയും വേണം. കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. 1 ലക്ഷം രൂപയുടെ ബോണ്ട്, തത്തുല്യ ജാമ്യം, 2 ആൾ ജാമ്യ വ്യവസ്ഥ, അതോടൊപ്പം തന്നെ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിധി വിട്ടുപോകരുത് തുടങ്ങി കർശന വ്യവസ്ഥകൾ തന്നെയാണ് ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ ഇരകളെയോ അല്ലെങ്കിൽ സാക്ഷിയെ സ്വാധീനിക്കാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ വ്യവസ്ഥയിൽ കോടതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവിന് അനുസൃതമായിട്ടാണ് ഈ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, മറ്റൊരു കേസിൽ പൾസർ സുനി നിലവിൽ റിമാൻഡിൽ തുടരുകയാണ്. അതായത് ഈ നേരത്തെ തന്നെ ഈ നടിയെ ആക്രമിച്ച കേസിൽ കാക്കനാട് ജയിലിലായിരിക്കെ തന്നെ ഫോൺ ഉപയോഗിച്ച സംഭവത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ കൂടി ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ പൾസർ സുനിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കൂ. അതിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തന്നെ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ നൽകിയിരുന്നു. അതിന്റെ ഉത്തരവും ഒരുപക്ഷെ ഇന്ന് വന്നേക്കാം. എന്തായാലും 7.5 വർഷത്തിന് ശേഷമാണ് ഈ നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. അതും സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി. കാരണം ഈ കേസിലെ മുഴുവൻ പ്രതികളും ജാമ്യത്തിൽ ആണ്. പക്ഷേ സുനിക്ക് മാത്രം ജാമ്യം ലഭിച്ചില്ല. മാത്രമല്ല, വിചാരണ അകാരണമായിട്ട് തന്നെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ജാമ്യം നൽകേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പരാമർശമുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ 87 ദിവസത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൗജു പൗലോസിനെ ഈ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും സുപ്രീം കോടതി പറഞ്ഞതിന്റെ അനുസരിച്ചുകൊണ്ട് തന്നെ കർശന ജാമ്യ വ്യവസ്ഥകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പൾസർ സുനിക്ക് നിലവിൽ വിചാരണ കോടതി എറണാകുളം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിച്ചുകൊണ്ട് വിചാരണ കോടതി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകൻ അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇന്ന് അപേക്ഷ 11 മണിക്ക് ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസ് പരിഗണിച്ചുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദഗതികൾ കേട്ടു. ഒപ്പം തന്നെ ഏതൊക്കെ വ്യവസ്ഥകളാണ് ഈ ഒരു ജാമ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന്റെ ഭാഗവും കോടതി കേട്ടത്. എന്തായാലും കർശന ഉപാധികളോടെയാണ് നിലവിൽ പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് നിലവിൽ വിചാരണ കോടതി നടപ്പാക്കിയിരിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 തത്തുല്യ ആൾജാമ്യ വ്യവസ്ഥ, അതോടൊപ്പം തന്നെ എറണാകുളം സെഷൻസ് കോടതിയുടെ ഈ വിചാരണ കോടതിയുടെ പരിധി വിട്ട് പോകരുത്. ഉപയോഗിക്കുന്ന ഫോണിന്റെ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ അത് കോടതിയിൽ ഹാജരാക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ നിശ്ചയിച്ചിട്ടുള്ള തീയതികളിൽ ഹാജരാവുകയും വേണം. യാതൊരു ഘട്ടത്തിലും മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നുള്ള ഒരു കർശന വ്യവസ്ഥ കൂടി ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വിചാരണ കോടതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേവിക, ശരി, തത്സമയ വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ബാബു.